ഈ കടലിനകത്ത് അവരെങ്ങനെയാണ് ഈ പാലം പണിയുന്നത്? എടോ നിനക്ക് ആ സംശയം തോന്നിട്ടുണ്ടോ? എടോ എനിക്ക് കൊച്ചിലെ ആ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതെങ്ങനെയാ? എടാ അത് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ഒന്ന് അവിടെ സർവേ എടുക്കും. ഈ കടലിനൊക്കെ എത്ര ആഴമുണ്ടെന്ന് ആദ്യം അവർ നോക്കും. എന്നിട്ട് അതിനുശേഷം അവിടെ കോഫർ ഡാം പണിയും. ഈ കോഫർ ഡാം എന്ന് പറഞ്ഞാൽ ജോലിക്കാർക്ക് വന്ന് പണിയാനുള്ള ഒരു ഉണക്ക സ്ഥലം. എവിടെ? കടലിന്റെ അകത്ത്. കോഫർ ഡാം രണ്ട് രീതിയിൽ പണിയാൻ പറ്റും. ഒന്ന് ഷീറ്റ് പൈൽസ് ആയിരിക്കും, അല്ലെങ്കിൽ കാഷ്യൂൾസ് ആയിരിക്കും. ഈ ഷീറ്റ് പൈൽസ് എന്ന് പറഞ്ഞാൽ വലിയ ഷീറ്റുകൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, കടലിന്റെ അടിത്തട്ട് വരെ കുത്തി നിർത്തും. ഇങ്ങനെ ഒരു ബോക്സുകളൊക്കെ ആക്കിയതിനു ശേഷം ഇതിന്റെ വെള്ളം പുറത്ത് കളയും. അല്ല കാഷ്യൂൾസ് ആണെങ്കിൽ എന്തിനാണ്, ഇതൊരു ബോക്സ് ആണ്. ഇത് കൊണ്ടുവന്ന് ബോക്സ് കണക്ക് ഇങ്ങനെ അടുക്കി മണ്ട വരെ കൊണ്ടുവന്നതിന് ശേഷം ഇതിന്റെ അകത്തുള്ള വെള്ളം പുറത്ത് പമ്പ് ചെയ്ത് കളയും. അത് പമ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജോലിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അകത്ത് റീഎൻഫോഴ്സ്മെന്റ് ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് ഒഴിച്ച് ഫൂട്ടിങ് സെറ്റ് ആക്കാം. ഫൂട്ടിങ് സെറ്റ് ആക്കിയതിനു ശേഷം സാധാരണ ഒരു പില്ലർ പോലെ മണ്ടയിലോട്ട് അവർക്ക് പണിഞ്ഞ് കയറ്റാൻ പറ്റും. പിന്നെ ഇതിനു ശേഷം അവരെന്ത് ചെയ്യും, കോഫർ ഡാം ഒഴിവാക്കി മാറ്റും. ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ഈ പില്ലേഴ്സ് അവർ ഉണ്ടാക്കുന്നത്. അങ്ങനെയോ? യെസ്, അങ്ങനെ.